നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ പോലീസ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കോളേജ് അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തും. കേസിൽ പ്രതികളായ അധ്യാപകർ ഇപ്പോഴും ഒളിവിലാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ആരോപണ വിധേയരായ അധ്യാപകരായ ഡോക്ടർ MK റാമും അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KT സംഗീത നമ്പ്യാരും ഒളിവിൽ പോയെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ആത്മഹത്യ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമത്തിന്റെ വകുപ്പുകളും ചുമത്തി ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് ഒളിച്ചത്. കർണാടക സ്വദേശിയായ ഡോക്ടർ റാം 15 വർഷമായി ഇവിടെ അധ്യാപകനാണ്. കണ്ണൂർ ഏഴോം സ്വദേശിനിയാണ് ഡോക്ടർ സംഗീത. അതേസമയം ലോൺ ആപ്പ് വഴിയുള്ള സാമ്പത്തിക പ്രയാസമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് വരുത്തി തീർക്കാൻ കോളേജ് മാനേജ്മെന്റ് ശ്രമിക്കുന്നുവെന്ന ആരോപണവും ശക്തമായി. തിരുവനന്തപുരം പൂവാറിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് കത്തിനശിച്ചു. പൂവാർ പൊഴി തീരത്തിന് സമീപത്തായി പ്രവർത്തിക്കുന്ന പൊഴിയൂർ സ്വദേശി വിനീത് രാജിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പഞ്ചാബി ധാബയാണ് കത്തിനശിച്ചത്. ഫയർ യൂണിറ്റ് എത്താൻ സാധിക്കാത്ത സ്ഥലമായതിനാൽ ബോട്ടിൽ സേന എത്തുകയും ഫ്ലോട്ട് പമ്പ് പ്രവർത്തിപ്പിച്ച് തീ നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു. തീ അണയ്ക്കുന്നതിനിടയിൽ 2 തവണ വലിയ ശബ്ദത്തോടുകൂടി സ്ഫോടനമുണ്ടായി. ഗ്യാസ് പൊട്ടിത്തെറിച്ചതാകാം സ്ഫോടന കാരണമെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. ആളപായമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയ്ക്ക് സ്വർണ്ണക്കള്ളൻ എന്ന തലക്കെട്ട് നൽകി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച 19-കാരനെതിരെ കേസെടുത്തു. കൂത്തുപറമ്പ് പാച്ചപ്പൊയ്ക സ്വദേശി TA അനന്തുവിനെതിരെയാണ് കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തത്. ഇൻസ്റ്റാഗ്രാമിലാണ് 19-കാരനായ TA അനുനന്ദിനെതിരെയാണ് കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തത്. ഇൻസ്റ്റാഗ്രാമിലാണ് 19-കാരനായ അനുനന്ദ് പോസ്റ്റ് ഇട്ടത്. പ്രിയദർശിനി ഓലായിക്കര എന്ന പേജിലായിരുന്നു പോസ്റ്റ്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും മനഃപൂർവ്വമായി ലഹളയുണ്ടാക്കാനും ശ്രമിച്ചു എന്ന് FIR-ൽ പറയുന്നു. പരാതിക്കാരനും CPM പ്രവർത്തകർക്കും മാനസിക വിഷമമുണ്ടായി. പിണറായി സ്വദേശി സുധീറിന്റെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തത്. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുന്നറിയിപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം. ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് 39.2 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണം. ഇന്നലെ പാലക്കാടാണ് സംസ്ഥാനത്തെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്, 39.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നും പാലക്കാട് 40 ഡിഗ്രിയിലേക്ക് ചൂടെത്തുമെന്നാണ് അറിയിപ്പ്. അതിനിടെ ഇന്ത്യയിൽ ഈ വർഷത്തെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് തിങ്കളാഴ്ച ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത് കർഷകർക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ വാഹനാപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷാപ്രവർത്തകനായി എത്തിയ വ്യാപാരി പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം വീണ്ടും പരാതിക്കാരിയുടെ മൊഴിയെടുക്കും. കായംകുളം DYSPക്കാണ് അന്വേഷണ ചുമതല. FIR-ലും മൊഴിയിലും തൃപ്തനല്ലാത്തതിനാൽ വീണ്ടും മൊഴിയെടുക്കാൻ വരുമോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോണിലൂടെ ചോദിച്ചതായും കൊല്ലം സ്വദേശിനിയും തിരുവനന്തപുരത്തെ IT ജീവനക്കാരിയുമായ യുവതി പറഞ്ഞു. അപകടത്തിൽ കാലിലും തോളിലും താടിയെല്ലിനുമുണ്ടായ പരിക്ക് കാരണം യുവതി തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. യാത്ര ചെയ്യാനാകുമോ എന്ന് ഡോക്ടറുടെ നിർദ്ദേശം ലഭിച്ച ശേഷം പറയാമെന്ന് അറിയിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ എത്തി മൊഴി രേഖപ്പെടുത്താമെന്ന് DYSP അറിയിച്ചതായും യുവതി പറഞ്ഞു. എന്നാൽ പ്രതി എവിടെയാണെന്നതിന് പോലീസിന് ഉത്തരമില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് പ്രസിഡന്റായിരുന്ന പ്രതി സിനിൽ സവാദിനെ സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സസ്പെൻഡ് ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റായി നിലവിലെ യൂണിറ്റ് സെക്രട്ടറി ഷിബുവിനെ നിയമിച്ചു. ഉടുമ്പന്നൂരിൽ മദ്യലഹരിയിൽ പിതാവിന്റെ ക്രൂരമർദ്ദനമേറ്റ് 15-കാരന് പരിക്ക്. ശരീരത്തിന്റെ പല ഭാഗത്തും പരിക്കേറ്റ ഉടുമ്പന്നൂർ തൊഴുത്തുംപള്ളിയിൽ വീട്ടിൽ അൻഷാദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിതാവ് നജീബിനെ കരിമണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 7:30-ക്കാണ് സംഭവം. മദ്യപിച്ചെത്തിയ പിതാവ് കസേരയും കാപ്പിവടിയും കൊണ്ട് നടത്തിയ മർദ്ദനത്തിൽ കുട്ടിയുടെ കൈക്കും പുറത്തും ഉൾപ്പെടെ പരിക്കുണ്ട്. കുട്ടി പുറത്തുപോയി വരാൻ വൈകിയെന്ന കാരണം പറഞ്ഞായിരുന്നു മർദ്ദനമെന്ന് മാതാവ് പറഞ്ഞു. തലക്കടിക്കാൻ ശ്രമിച്ചപ്പോൾ താൻ തള്ളി മാറ്റിയതിനാലാണ് കൊള്ളാതിരുന്നതെന്നും അവർ പറഞ്ഞു. അയൽവീട്ടുകാർ എത്തി തടസ്സം പിടിച്ച സമയം അൻഷാദ് മതിൽ ചാടി റോഡിലൂടെ ഓടി രക്ഷപ്പെട്ടു. അയൽവാസികളും കുട്ടിയുടെ മാതാവും ചേർന്ന് പഞ്ചായത്ത് മെമ്പറെയും പോലീസിനെയും അറിയിച്ചു. കരിമണ്ണൂർ പോലീസ് സ്ഥലത്തെത്തി മൊഴിയെടുത്ത ശേഷം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നജീബിനെ അറസ്റ്റ് ചെയ്തതായും ഇയാൾ മദ്യപിച്ചെത്തി മകനെ മർദ്ദിക്കുന്നത് പതിവായിരുന്നെന്ന് വിവരം ലഭിച്ചതായും കരിമണ്ണൂർ CI പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഐശ്വര്യത്തിന്റെ പ്രതീകമായ വിഷുക്കണി ദർശനത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. സുഗമമായ വിഷുക്കണി ദർശനത്തിനായുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. വിഷുദിനമായ ഏപ്രിൽ 15 ബുധനാഴ്ച
പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് ശ്രീകോവിലിനുള്ളിനെ കണി ദർശിക്കാനുള്ള അവസരം. തുടർന്ന് നിർമാല്യം, അഭിഷേകം ഉൾപ്പെടെ പതിവ് പൂജകളും ദർശനവും ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കുന്ന ഭക്തർക്കുള്ള ദർശനം രാവിലെ 7 മുതലാവും. തിരക്കേറിയാൽ നെയ്വിളക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കണ്ണൂർ ചേലേരി നൂഞ്ഞേരിയിലെ സഫ വില്ലയിൽ മുഹമ്മദ് സൂഫിയാനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. കണ്ണൂർ കോളേജ് ഓഫ് കോമേഴ്സിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് സൂഫിയാൻ. ഇന്നലെ രാവിലെ 9 മണിയോടെ കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. എതിർദിശയിൽ വന്ന സ്കൂട്ടറുമായി സൂഫിയാൻ സഞ്ചരിച്ച ബൈക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ തെറിച്ച് റോഡരികിലെ ഇരുമ്പ് കൈവരിയിൽ തലയിടിച്ചതാണ് മരണത്തിന് ഇടയാക്കിയത്. 7 വർഷത്തിന് ശേഷം ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണയുമായുള്ള 2 ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖത്ത്. ഒഡീഷയിലെ പാരാദീപ് തുറമുഖത്ത് 20 ലക്ഷം വീപ്പ എണ്ണയുമായി ജയ എന്ന ടാങ്കറും ഗുജറാത്തിലെ സിക്ക തുറമുഖത്ത് ഫെലിസിറ്റി എന്ന ടാങ്കറുമാണ് എടുത്തത്. അമേരിക്ക ഇറാനിയൻ എണ്ണയ്ക്ക് 2019 ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഇന്ത്യൻ കമ്പനികൾ ഇറാനിയൻ എണ്ണ വാങ്ങുന്നത്. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് ആഗോള എണ്ണ വിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അമേരിക്ക ഉപരോധത്തിൽ 1 മാസത്തെ ഇളവ് അനുവദിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇന്ത്യ എണ്ണ വാങ്ങിയത്. സമാധാന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ എണ്ണയിൽ നിന്നുള്ള വരുമാനത്തിന് തടയിടാൻ ഇറാനിലെ തുറമുഖങ്ങൾ തടയുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഞായറാഴ്ച രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു. പാർട്ടിയെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് നയിക്കാൻ കഴിയാത്തതിനാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രാഹുലിനായി പുറത്താക്കലിന്റെ അന്തരീക്ഷം രൂപപ്പെടുന്നുണ്ടെന്ന് ഫട്നാവിസ് പറഞ്ഞു. രാഹുൽ ഗാന്ധി സ്വന്തം നിലനിൽപ്പിനായി പോരാടുകയാണെന്നും തന്റെ പാർട്ടിയുടെ നേതൃത്വത്തെ സംരക്ഷിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഒരു പരിപാടിയിൽ വെച്ച് രാഹുൽ ഗാന്ധി BJPയെയും RSSനെയും രൂക്ഷമായി ആക്രമിച്ചിരുന്നു. ഇതിന് മറുപടി നൽകിയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ്. സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് പശ്ചിമ ബംഗാളിലെ കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് IPAC ഡയറക്ടർ വിഘ്നേഷ് ചന്ദേലിനെ അറസ്റ്റ് ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ദേശീയ തലസ്ഥാനത്ത് ചന്ദേലിനെ കസ്റ്റഡിയിലെടുത്തു. പശ്ചിമ ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക രാഷ്ട്രീയ ഉപദേഷ്ടാവാണ് IPAC. ചന്ദേലിന്റെ ഡൽഹിയിലെ വസതികൾ, IPAC സഹസ്ഥാപകൻ ഋഷിരാജ് സിംഗിന്റെ ബംഗളൂരുവിലെ വസതി, മുംബൈയിലെ ആം ആദ്മി പാർട്ടിയുടെ മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ എന്നിവരിൽ ED നേരത്തെ നിരവധി തവണ റെയ്ഡ് നടത്തിയിരുന്നു. ജനുവരി 1 പശ്ചിമ ബംഗാൾ IPAC ഓഫീസും അതിന്റെ സ്ഥാപകൻ പ്രതീക് ജെയിനിന്റെ കൊൽക്കത്തയിലെ വസതിയും ലക്ഷ്യമിട്ട് ED നടത്തിയ റെയ്ഡുകൾ TMC മേധാവിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി മുതിർന്ന സംസ്ഥാന ഉദ്യോഗസ്ഥരോടൊപ്പം IPAC പരിസരത്തെത്തുകയും ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് തെളിവുകളുമായി കടന്നുകളയുകയും ചെയ്തതോടെ മൂർച്ചയുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് കാരണമായിരുന്നു. BJPയെ വളരാൻ സഹായിച്ചത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണെന്നും മുസ്ലിങ്ങളുമായി ഉപയോഗത്തിലൂടെ വലിച്ചെറിയുക എന്ന നയം സ്വീകരിച്ചത് അവരാണെന്നും AIMIM മേധാവി അസറുദ്ദീൻ ഒവൈസി. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയുടെ B ടീം കളിക്കുന്നുവെന്ന് പലപ്പോഴും ആരോപിക്കപ്പെടുന്ന ഒവൈസി തൃണമൂൽ വിമതനായ ഹുമയൂൺ കബീറിനെ പിന്തുണയ്ക്കുന്ന ബംഗാളിലും സമാനമായ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബംഗാളിലെ മാൾഡ, മുർഷിദാബാദ്, ബിർഭം, അസൻസോൾ എന്നിവിടങ്ങളിലായി 9 സീറ്റുകളിൽ മത്സരിക്കാനാണ് പാർട്ടി പദ്ധതിയിടുന്നത്. 2021 6 സീറ്റുകളിൽ മത്സരിച്ച 5% താഴെ വോട്ടുകൾ മാത്രമാണ് അവർ നേടിയത്. ബീഹാർ രാഷ്ട്രീയത്തിലെ അതികായൻ നിതീഷ് കുമാർ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. ഇതോടെ 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന നിതീഷ് കുമാർ യുഗം അവസാനിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ അവസാന മന്ത്രിസഭാ യോഗം ചേരും. യോഗത്തിൽ നിതീഷ് കുമാറിന്റെ കീഴിൽ ബീഹാർ കൈവരിച്ച നേട്ടങ്ങൾ ചർച്ചയാകും. യോഗത്തിന് ശേഷം ഗവർണർ സയ്യിദ് അതാ ഹസ്നന് നിതീഷ് കുമാർ രാജിക്കത്ത് നൽകും. ഡൽഹി മദ്യനയ കേസിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് ജഡ്ജി സ്വർണ കാന്ത ശർമ്മയെ ഒഴിവാക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ജഡ്ജി RSSുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ സമ്മേളനത്തിൽ 4 തവണ പങ്കെടുത്തു എന്നതാണ്. ഇത് ഒരു പുതിയ തന്ത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിപ്പെടുന്നു. തങ്ങൾക്കെതിരെ വിധി വരുമെങ്കിൽ ആ ജഡ്ജിയെ RSSുമായോ BJPയുമായോ ബന്ധപ്പെടുത്തുക. അനുകൂല വിധിയാണെങ്കിൽ ആ ജഡ്ജിക്ക് അഭിനന്ദനങ്ങളും നൽകും. വാസ്തവത്തിൽ വിധിന്യായത്തിൽ മികച്ച റെക്കോർഡുള്ള ജഡ്ജിയാണ് സ്വർണ കാന്ത ശർമ്മ. എന്തായാലും ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയെ രാഷ്ട്രീയമായി തകർക്കാനുള്ള ഗൂഢാലോചന തുടങ്ങിക്കഴിഞ്ഞു എന്നത് ആശങ്കാജനകമായ കാര്യമാണ്. ഒരു കലാപത്തിലേക്ക് ഇന്ത്യയെ തള്ളിവിടാൻ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾ നടത്തുന്ന ശ്രമം അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളുമായി അരവിന്ദ് കെജ്രിവാളിന്റെ ഈ നീക്കം കൂട്ടിവായിക്കുമ്പോൾ ഇന്ത്യയിൽ വൈകാതെ ഒരു കലാപം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇന്ത്യയുടെ എണ്ണ പ്രകൃതിവാതക കപ്പലുകൾക്ക് ഹോർമുസ് കടലെടുക്ക് കടക്കാൻ ഇറാൻ ഒരു നയാ പൈസ നികുതി ഈടാക്കിയിട്ടില്ലെന്ന്
ഇറാന്റെ നയതന്ത്ര പ്രതിനിധി. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഗാഢമായ നയതന്ത്ര ബന്ധത്തിന്റെ ഫലമാണിതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യ സർക്കാരിൽ നിന്ന് ചരക്ക് കപ്പലുകൾ ഇറാൻ വൻ നികുതി ഈടാക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഇറാന്റെ നയതന്ത്ര പ്രതിനിധി. ഡൽഹിയിൽ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇറാന്റെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ഫത്താലി. തിങ്കളാഴ്ച നൊവാഡയിലെ സിൽവർ സ്പ്രിംഗിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു. 9 കിലോമീറ്ററിൽ 5.59 മൈൽ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് USGS അറിയിച്ചു. പടിഞ്ഞാറൻ നൊവാഡയും അയൽ രാജ്യമായ കാലിഫോർണിയയുടെയും ചില ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും ആളപായമോ കാര്യമായ ഘടനാപരമായ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി ഉടൻ റിപ്പോർട്ടുകളില്ല. അന്തരിച്ച ഇന്ത്യൻ ഇതിഹാസ ഗായിക ആശാ ഭോൺസ്ലെയെ കുറിച്ച് ചില വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്തതിൽ പാകിസ്ഥാൻ സർക്കാർ അതൃപ്തരാണെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ ഇതിഹാസ പിന്നണി ഗായിക ആശാ ഭോൺസ്ലെയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചതിനും പരിപാടിയിൽ അവരുടെ ഗാനങ്ങൾ പ്ലേ ചെയ്തതിനും ജിയോ ന്യൂസ് ഉറുദു ചാനലിന് പാകിസ്ഥാൻ ഇലക്ട്രോണിക് മീഡിയ റെഗുലേറ്ററി അതോറിറ്റി പെമ്ര കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.